ബെറ്റർ ഹോംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ബിജു. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീട് പാലാ ഈരാറ്റുപേട്ട റൂട്ടിൽ ഭരണങ്ങാനം ടൗണിന് അടുത്തായിട്ട് 2880 സ്ക്വയർ ഫീറ്റ് 10.5 സെൻറ്റ് സ്ഥലം 4 ബെഡ്റൂമുകളോട് കൂടിയ പുതുപുത്തൻ വീടിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെള്ളപ്പൊക്ക ഭീഷണി ലേശമില്ലാത്ത ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വീട്ടിൽ നിന്ന് നമുക്ക് പാലാ ഈരാറ്റുപേട്ട ഹൈവേയിലേക്ക് ഏകദേശം 400 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വീടിൻ്റെ സമീപത്തൊക്കെ എല്ലാവരും പ്ലോട്ടുകൾ മേടിച്ച് ഇട്ടിട്ടുണ്ട്. വീട് പണി തുടങ്ങിയവരുമുണ്ട്, അതുപോലെ തന്നെ പ്ലോട്ട് ആയിട്ട് കിടക്കുന്നതുമുണ്ട്. നല്ലൊരു ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഒരു കാരണവശാലും വെള്ളപ്പൊക്ക ഭീഷണി ഉണ്ടാകാത്ത നല്ല നിരപ്പായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ്. അതോടൊപ്പം തന്നെ 2880 സ്ക്വയർ ഫീറ്റ് 10.5 സെൻറ്റ് സ്ഥലം 4 ബെഡ്റൂമുകളോട് കൂടിയ ഈ വീടിന് സെല്ലർ ചോദിക്കുന്ന വില 95 ലക്ഷം രൂപയുള്ളൂ. വില നെഗോഷ്യബിളാണ്. ഇതാണ് വീടിൻ്റെ ഓരോ ഭാഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ഒരു വലിപ്പമുള്ള ഒരു കാർ പോർച്ചുണ്ട്. അതുപോലെ തന്നെ ഇത് വീടിൻ്റെ മറ്റൊരു സൈഡാണ്. നല്ല വിശാലമായിട്ടുള്ള മുറ്റമുണ്ട് ഈ സൈഡിൽ. അതുപോലെ തന്നെ സൈഡെല്ലാം ഗാർഡൻ സെറ്റ് ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു. ഒരു സൈഡ് ലാൻഡ്സ്കേപ്പിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ ഫ്രണ്ട് വശം ബാംഗ്ലൂർ സ്റ്റോൺ ഉപയോഗിച്ച് അതിമനോഹരമാക്കിയിരിക്കുന്നു. ഇത് വീടിൻ്റെ ബാക്ക് സൈഡിലേക്കാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എല്ലാം ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. ഇത് തുണി അലക്കാനായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇവിടെ നമുക്ക് തുണി അലക്കാനുള്ള സ്ഥലമാണ്. അത്യാവശ്യം ഫ്രൂട്ട്സ് ട്രീസൊക്കെ ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ സൈഡ് പകുതി ടൈലും പകുതി ബേബി മെറ്റലുമായിട്ടാണ്. ഇതാണ് ഫ്രണ്ട് വശത്തെ ഗാർഡൻ. ഒരു പ്രത്യേക ഏരിയ ആയിട്ട് പാർട്ടീഷൻ ചെയ്ത് മനോഹരമായിട്ട് ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഈ സൈഡിൽ വീടിനോട് ചേർന്ന് പെബിൾസാണ് ഇട്ടിരിക്കുന്നത്. ഇവിടെ എല്ലാം സ്റ്റോണാണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബുമാണ് ഞങ്ങളുടെ വിജയം. ഇതാണ് വലിപ്പമുള്ള ഒരു കാർ പോർച്ചാണ്. എത്ര വലിയ വണ്ടി വേണേലും നമുക്ക് ഈ കാർ പോർച്ച് കയറ്റിയിടാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ നിർമ്മിതി. നല്ല വലിപ്പമുള്ള ഒരു സിറ്റ് ഔട്ടാണ് ഈ വീടിൻ്റേത്. അതോടൊപ്പം തന്നെ ഇതാണ് ഇതിൻ്റെ മെയിൻ ഡോറാണ്. ഇത് തേക്കും തടിയിലാണ് ചെയ്തിരിക്കുന്നത്. തേക്കും തടിയിൽ വീട്ടിയുടെ ഡിസൈൻ കൊടുത്ത് പോളിഷ് ചെയ്ത് അതിമനോഹരമാക്കിയിരിക്കുന്നു. ഇത് നമ്മൾ മെയിൻ ഡോറ് തുറന്ന് അകത്തേക്ക് കയറിയ ഒരു വിശാലമായിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് ആണ്. അത് നമുക്ക് ഒരു ഹാളായിട്ട് കിടക്കുവാണ്. ഒരു സൈഡിൽ നമുക്ക് ഗസ്റ്റ് ലിവിങ് ഏരിയയും ഫാമിലി ലിവിങ് ഏരിയയും ആയിട്ട് കൺവേർട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇവിടെ പാർട്ടീഷൻ ചെയ്തിട്ടില്ല. നല്ല നീളത്തിലുള്ള ഒരു ലിവിങ് സ്പേസ് ആണ്. ആ ലിവിങ് സ്പേസിൻ്റെ ഏറ്റവും ഒരു സൈഡ് കോർട്ട്യാർഡെന്ന് നമുക്ക് പറയാം. അങ്ങനെ പെബിൾസൊക്കെ ഇട്ട് മനോഹരമാക്കിയിരിക്കുന്നു. സൈഡിലാണെന്നേ ഉള്ളൂ. സൈഡ് കോർട്ട്യാർഡാണ്. ഡയറക്റ്റ് സൺലൈറ്റ് പതിക്കാവുന്നുള്ള രീതിയിലാണ് ഇതിൻ്റേതും ക്രമീകരണം. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമും മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമുമാണ്. 4 ബെഡ്റൂം, 3 അറ്റാച്ച്ഡ് ബെഡ്റൂമും ഒരു കോമൺ ബാത്റൂമുമാണ് ഈ വീടിനുള്ളത്. 2880 സ്ക്വയർ ഫീറ്റ് 10.5 സെൻറ്റ് സ്ഥലം 4 ബെഡ്റൂം. സെല്ലർ ചോദിക്കുന്ന വില 95 ലക്ഷം രൂപ. നെഗോഷ്യബിളാണ്. ഇതാണ് വാഷ് ഏരിയ. വാഷ് ഏരിയയുടെ സൈഡ് ടെക്സ്ചർ വർക്ക് നടത്തി മനോഹരമാക്കിയിരിക്കുന്നു. ഫാനുകളും അതുപോലെ എല്ലാം ബ്രാൻഡഡ് ഐറ്റംസാണ്. നല്ല സ്റ്റാൻഡേർഡ്
ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ടൈലാണെന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ഐറ്റംസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. സീലിംഗ് വർക്കുകൾ അതുപോലെ തന്നെ ഇൻറ്റീരിയർ വർക്കുകളെല്ലാം നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ ഡൈനിങ് ഹാളിലേക്കുള്ള എൻട്രൻസ് ആണ് കാണുന്നത്. അതിൻ്റെ പാർട്ടീഷൻ വളരെ മനോഹരമായിട്ട് ഇൻറ്റീരിയർ വർക്ക് നടത്തി അലങ്കരിച്ചിരിക്കുന്നു. ഇതാണ് ഡൈനിങ് ഹാളാണ്. നല്ല വലിപ്പമുള്ള ഒരു ഡൈനിങ് ഹാളാണ് ഈ വീടിൻ്റേത്. ഇത് ആ കാണുന്ന നമുക്ക് ഫുഡൊക്കെ സെർവ് ചെയ്യാനുള്ള പാകം ചെയ്തിട്ട് എടുത്ത് വെച്ച് സെർവ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഡൈനിങ് ഹാളിലേക്ക് എടുത്തു വെക്കുന്ന ഭാഗമാണ്. ഇതാണ് ഡൈനിങ് ഹാളിൽ നിന്നുള്ള നമ്മുടെ ഹാളിലേക്കുള്ള ഭാഗമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല മനോഹരമായിട്ടുള്ള ഇൻറ്റീരിയർ വർക്കാണ് ഈ വീടിന് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഡൈനിങ് ഹാളിൽ നിന്ന് നമ്മൾ നേരെ കിച്ചണിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത്. അതാണ് അവിടെ നമുക്ക് ഫുഡ് ഒക്കെ പാകം ചെയ്തിട്ട് സെർവ് ചെയ്യാനായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ഭാഗമാണ്. നല്ല മനോഹരമായിട്ടുള്ള സ്റ്റോറേജ് ഉണ്ട്. എല്ലാം തടികൾ കൊണ്ടാണ് സ്റ്റോറേജിൻ്റെ കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. ആഞ്ഞിലിയും തേക്കും മാത്രമേ ഈ വീടിന് തടിയായിട്ട് ഉപയോഗിച്ചിട്ടുള്ളൂ. വിൻഡോസിൻ്റെ ഫ്രെയിമുകളെല്ലാം തേക്കൻ തടിയിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ പ്ലാവും തടിയിലാണ് നമ്മുടെ ബാക്കിയുള്ള വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. കട്ടിളയെല്ലാം പ്ലാവാണ്. ഇതാണ് നമ്മുടെ കിച്ചണ് വിറകടുപ്പുള്ള ഭാഗമാണ്. അത് നല്ല വലിപ്പമുള്ള അത്യാവശ്യം വലിപ്പമുള്ള ഒരു വർക്ക് ഏരിയയാണ് ഈ വീടിനുള്ളത്. ഇവിടെയും വർക്ക് ഏരിയയിൽ നമുക്ക് നല്ലവണ്ണം സ്റ്റോറേജ് ഉണ്ട്. ഇത് ഒരു വിറകടുപ്പുണ്ട്. ഒരു ഭാഗത്ത് സിങ്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. വുഡൻ ഫിനിഷിലുള്ള ടൈലാണ് നമ്മുടെ വർക്ക് ഏരിയയിൽ ഇട്ടിരിക്കുന്നത്. ഇത് നമ്മുടെ രണ്ടാം നിലയിലേക്ക് ഉള്ള സ്റ്റെയർ ആണ് കാണുന്നത്. സ്റ്റെയറിൻ്റെ അടിയിലും നമുക്ക് നല്ലവണ്ണം സ്പേസ് ഉണ്ട്. ഇത് നമ്മളെ ബെഡ്റൂമിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത്. നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് ഈ വീടിൻ്റേത്. 2 സിംഗിൾ വിൻഡോസും ഒരു 3 പാളിയുടേതും വിൻഡോ ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല വലിപ്പമുള്ള റൂമുകളാണ്. വാർഡ്രോബ്സുകളുണ്ട്. ബാത്റൂം അതും നല്ല ബ്രാൻഡഡ് ഐറ്റംസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിൻ്റെ ബാത്റൂം നിർമ്മിച്ചിരിക്കുന്നത്. ഭരണങ്ങാനം പള്ളിയിലേക്ക് ഈ വീട്ടിൽ നിന്നും ഏകദേശം 600 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ സ്കൂള് ഭരണങ്ങാനം ARS അതുപോലെ തന്നെ സ്കൂള് ഇതെല്ലാം തൊട്ടടുത്താണ്. 2 സ്കൂളുകളും ഈ വീട്ടിൽ നിന്ന് ഏകദേശം 600 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. പാലായുമായിട്ട് 5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. ഇതാണ് മറ്റൊരു റൂമിൻ്റെ ഭാഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്പസ്വല്പം പണിയൊക്കെ തീരാനുണ്ട്. പെയിൻറ്റിങ് ഇനി ഒരു അല്പം ടച്ചിങ്ങും അതുപോലുള്ള പണികളൊക്കെ നിസ്സാരമായിട്ടുള്ള പണികളേ ഉള്ളൂ. ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ ബാത്റൂമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് മുകളിലേക്കുള്ള സ്റ്റെയർ ആണ്. നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ചെറിയ വൈബ്രേഷൻ ഉണ്ട്. ഇതാണ് കയറി ചെല്ലുക. 2ാം നിലയിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ ഒരു വിശാലമായിട്ടൊരു ലിവിങ് സ്പേസ് ഉണ്ട്. ഹാൻഡ് റെയിലെല്ലാം SSL ആണ് തീർത്തിരിക്കുന്നത്. ഇതാണ് നമ്മൾ കയറി ചെല്ലുമ്പോൾ ഉള്ള ലിവിങ് ഏരിയ ആണ്.
വലിപ്പമുള്ള ഒരു ലിവിങ് സ്പേസ് ആണ് ഇതിൻ്റെ രണ്ടാം നിലയിൽ ഉള്ളത്. ഈ വീടിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. 8156873501. ഇതാണ് നമ്മൾ ഒരു റൂമിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. വാർഡ്രോബ്സ് ഉണ്ട്. നല്ല വലിപ്പമുള്ള റൂമാണ്. സ്റ്റോറേജ് നന്നായിട്ടുണ്ട്. ഈ റൂമിൻ്റേതും വലിപ്പമുള്ള ബാത്റൂമാണ്. നമ്മൾ മറ്റൊരു ബെഡ്റൂമിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇതും നല്ല വലിപ്പത്തിൽ ഉള്ള ഒരു ബെഡ്റൂമാണ്. ഈ റൂമിലും വാർഡ്രോബ്സ് ഉണ്ട്. എല്ലാ റൂമിലും വാർഡ്രോബ്സ് ഉണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമുകളാണ്. 3 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഒരു കോമൺ ബാത്റൂമുമാണ് ഈ വീടിനുള്ളത്. 2880 സ്ക്വയർ ഫീറ്റ്, 10.5 സെൻറ്റ് സ്ഥലം, 4 ബെഡ്റൂമുകളോട് കൂടിയ ഈ വീടിന് സെല്ലർ ആവശ്യപ്പെടുന്ന തുക 95 ലക്ഷം രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. ഇത് നമുക്ക് മുകളിലത്തെ നിലയിലെ യൂട്ടിലിറ്റി ഏരിയ ആണ്. അത് ട്രഫോൾഡ് ഷീറ്റ് ഇട്ട് അടവാക്കിയിരിക്കുന്നു. നല്ല വലിപ്പമുള്ള ഒരു ഭാഗമാണ് നമ്മുടെ വീടിൻ്റെ രണ്ടാം നിലയിൽ. ടെറസ് ഏരിയ ആണ്. അത് ട്രഫോൾഡ് ഷീറ്റ് ഇട്ട് മനോഹരമാക്കിയിരിക്കുന്നു. ഇത് നമുക്ക് മുകളിലേക്ക് കയറാനായിട്ട് സ്റ്റെയറാണ്. ഇത് നമ്മുടെ ഫ്രണ്ട് വശം ഉള്ള ബാൽക്കണിയാണ്. ഇതാണ് ഈ വീടിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന സ്ഥലങ്ങളെല്ലാം വിറ്റുപോയതാണ്. വീട് പണി തുടങ്ങിയിട്ടില്ലെന്നേ ഉള്ളൂ. ഇതാണ് ഈ സ്ഥലത്ത് ആദ്യമായിട്ട് പണിത വീടാണ്. നല്ല സുന്ദരമായിട്ടുള്ള ഒരു വീടും 10 സെൻറ്റ് സ്ഥലവുമാണ്.